إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ജീവിതത്തിൽ കൊണ്ടുവരികയും അതുപോലെ അവന്റെ കോപങ്ങൾ ഉണ്ടാകുന്ന അതിനു പാത്രമാകുന്ന കാരണങ്ങളിൽ നിന്നും ബഹുദൂരം അകന്നു നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതകളിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ അവന്റെ കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അവിടുന്ന് നമ്മെ അറിയിച്ചു തന്നിട്ടുമുണ്ട്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വഫാത്തായി പോയിട്ടുള്ളതെന്ന് കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളെ തൊട്ടും വളരെ കൃത്യമായിട്ട് അവിടുന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അള്ളാഹുവിന് തൃപ്തിയുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന അവന്റെ കോപത്തിന് കാരണമാകുന്ന 3 കാര്യങ്ങളും നമ്മോട് ഒരുമിച്ച് ഉണർത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ വളരെ പ്രധാനപ്പെട്ട ആ 6 കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യർളാ ലക്കും സലാസ വയക്റഹു ലക്കും സലാസ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത് അവൻ തൃപ്തിപ്പെടുന്നുണ്ട്. അതുപോലെ 3 കാര്യങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫയർളാ ലക്കും, നിങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നത് അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായി പറഞ്ഞു, അൻ തഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അല്ലാഹുവിന്റെ പാർശ്വത്തിൽ മുറുകെ പിടിക്കണമെന്നും നിങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഭിന്നിച്ചു പോകരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തൃപ്തിയുള്ള കാര്യമായി പഠിപ്പിക്കുന്നു. മൂന്നാമതായി പറഞ്ഞു, വഅൻ തുനാസിഹു മൻ വല്ലാഹു അല്ലാഹു അംറക്കും, നിങ്ങളുടെ മേൽ ഭരണം കൈയാളുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ നിങ്ങളുടെ മേൽ ഭരണം കൈയാളുന്ന ഭരണകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം, അവരോട് നസീഹത്തുള്ള ആളുകളാകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തൃപ്തിയുള്ള കാര്യമായി പഠിപ്പിക്കുകയാണ്. വയക്റഹു ലക്കും, അല്ലാഹു
നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കോപിക്കുന്നതിൽപ്പെട്ടതാണ് ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയുക, വകസ്റത്തി സുആൽ, അധികരിച്ച ചോദ്യങ്ങൾ ഉന്നയിക്കുക, വഇദാഅത്തിൽ മാൽ, നിങ്ങൾ സമ്പത്ത് പാഴാക്കി കളയുക എന്നീ 3 കാര്യങ്ങൾ. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് വഅൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ആകാശഭൂമികളെയും ഈ കാണുന്ന പർവ്വതങ്ങളെയും സമുദ്രത്തെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇല്ല, തീർച്ചയായും ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം പടച്ചിട്ടുള്ളത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? എന്നെയും നിങ്ങളെയൊക്കെ പടച്ചതിന്റെ ഒരേ ഒരു ലക്ഷ്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ച് അവൻ തിരിച്ചു വിളിക്കുമ്പോൾ അങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോകുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ ഭൂമിയിൽ ഒരുപാട് കെട്ടിടങ്ങൾ പണിയാനോ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്യാനോ അതിനുവേണ്ടി പടക്കപ്പെട്ടവരല്ല നാം. എന്നാൽ എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ ദുനിയാവ് ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ ഇബാദത്തുകൾ മാത്രം ചെയ്തുകൊണ്ട് ദുനിയാവിനെ പാടെ ഉപേക്ഷിക്കണമെന്നാണോ? എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഈ ദുനിയാവ് അതിന് നിനക്ക് ചുറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു തന്നിട്ടുള്ളത് ഈ ലക്ഷ്യത്തിന് വേണ്ടി നിനക്ക് സഹായകമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഈ ദുനിയാവിന്റെ പിന്നിൽ പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പടച്ച ലക്ഷ്യത്തെ നീ മറന്നുപോകാൻ പാടില്ല. ജീവിത ലക്ഷ്യം മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വലിയ ഹക്കിൽ അവനോട് കാണിക്കേണ്ട ബാധ്യതകളിൽ അതിൽ വീഴ്ച വരുത്തി ഈ ഭൗതിക ലോകത്തിൽ മാത്രം അതിന്റെ മഞ്ഞളിപ്പിൽ അതിന്റെ സുഖലോലുപതയിൽ മറന്നുപോയി ആസ്വദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്, നിന്നെ ഞാൻ ഈ പടച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്ത് ഇവിടെ ആ രൂപത്തിൽ ആസ്വദിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യാതെ നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ എന്റെ ഹക്കായ സകാത്ത് കൂട്ടാതെ ഇങ്ങനെ ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനല്ല. മറിച്ച് നിന്നെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ്. ഈ ചുറ്റുമുള്ള ലോകം അതിന് സഹായകമാകുന്ന രൂപത്തിൽ നീ ഉപയോഗപ്പെടുത്തണം. നിന്റെ ഈ ചുറ്റുമുള്ള ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും നിനക്ക് തടസ്സമുണ്ടാക്കാൻ പാടില്ല എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആ ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നീ നൽകണം. അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ ഒന്നും പങ്കു ചേർക്കാൻ പാടില്ല. നിന്റെ നിസ്കാരങ്ങൾ അല്ലാഹുവിനാണെന്നുള്ളതുപോലെ നിന്റെ സകാത്തുകൾ അല്ലാഹുവിനുള്ളതാണെന്നുപോലെ നിന്റെ ആരാധന കർമ്മങ്ങൾ മുഴുവനും നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്നു. എന്റെ പ്രാർത്ഥന വരുന്ന സമയത്ത്, സഹായം തേടുന്ന സമയത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാക്കാൻ നിനക്ക് സാധിക്കുന്നില്ല. നീ അല്ലാഹുവിനോടും പ്രാർത്ഥിക്കുന്നു. ഖബറുകളിൽ പോയി അവിടെ എന്നോ മരിച്ചു പോയിട്ടുള്ള നിന്നേക്കാൾ ദുർബലരായ ആ മണ്ണോട് മണ്ണ് ചേർന്ന ഔലിയാക്കൾ എന്ന് പറയുന്നവരോടും അല്ല ഔലിയാക്കളോടും സാലിഹ്യങ്ങളോടും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നിങ്ങളോട് പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ്, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും പടച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇബാദത്തായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുക്കല്ലാതെ മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല. പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, നോക്കൂ സഹോദരങ്ങളെ, അത് ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം, നിങ്ങൾ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നു, മമ്പുറം തങ്ങളോട് പ്രാർത്ഥിക്കുന്നു, അതുപോലെയുള്ള ഖബറുകളിലെല്ലാം പോയി അവിടെയുള്ള ആ മഹാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്, സഹായം തേടുകയാണ്, രക്ഷ തേടുകയാണ്. ഭരമേൽപ്പിക്കുന്നത് ബദരീങ്ങളിലാണ്, തവക്കുലാക്കുന്നത് ഇന്നാലിന്ന ഷെയ്ഖിലും ബീവിയിലുമാണ്. സഹോദരങ്ങളെ അറിയുക, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നീ നൽകിയാൽ അത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അത് അല്ലാഹു തആല അല്ലാത്ത ആളുകളിലേക്ക് നീ തിരിച്ചാൽ അത് കടുത്ത ശിർക്കാണ്. ദീനുൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും നിന്നെ പുറത്തെത്തിക്കുന്ന കടുത്ത ശിർക്കാണ്. നീ അത്തരത്തിൽ പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി മുശ്രിക്കായി തീരും എന്നുള്ള കാര്യമാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശ്രികു ബില്ലാഹി ശൈആ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. വഇൻ
നീ അത് കാരണത്താൽ നിന്റെ ശരീരം മുഴുവനും കഷ്ണിക്കപ്പെട്ടാലും ശരി, നിന്നെ പച്ചക്ക് കത്തിച്ചാലും ശരി, നീ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. സഹോദരങ്ങളെ, മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാകും, സാലിഹായ കർമ്മങ്ങൾ ഉണ്ടാകും. പക്ഷേ നീ അള്ളാഹു അല്ലാത്ത ഒരാളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആ രൂപത്തിലുള്ള ശിർക്ക് നിന്റെ കയ്യിൽ നിന്ന് വന്നാൽ അള്ളാഹു തആല താക്കീത് ചെയ്യുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, ഓ നബിയെ, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരോടും താങ്കളോടുമായിട്ടും ഇതാ ഞാൻ വഹി നൽകുകയാണ്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, താങ്കളെങ്ങാനും അള്ളാഹുൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ താങ്കൾ ഈ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും അത് പാഴായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, കർമ്മങ്ങളൊന്നുമില്ലാതെ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെട്ടു പോകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നവനാണ്, 5 നേരം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, വർഷാവർഷം ഉംറക്കും ഹജ്ജിനും പോകുന്നുണ്ട്, ശരി, ഇതെല്ലാം നല്ല അമലുകൾ തന്നെയാണ്. പക്ഷേ ആ നല്ല അമലുകളോടൊപ്പം നീ ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചാൽ, ഖബറിന്റെ അടുക്കൽ പോയി സഹായം തേടിയാൽ, നീ ആ രൂപത്തിലുള്ള ശിർക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കണ്ട മുഴുവൻ കർമ്മങ്ങൾ സഹോദരങ്ങളെ അത് പൊളിഞ്ഞു പോകുന്നത് പോലെയാണ്. ഏതുപോലെയാണ്? നീ നിന്റെ നിസ്കാരത്തിൽ വളരെ കൃത്യമായി 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ദീർഘമായി പാരായണം ചെയ്ത് നിസ്കരിച്ചു, 2-ാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ദീർഘമായി പാരായണം ചെയ്ത് നിസ്കരിച്ചു, 3-ാമത്തെ റക്അത്തും വളരെ കൃത്യമായി നിസ്കരിച്ചു. അങ്ങനെ 4-ാമത്തെ റക്അത്തിന്റെ അവസാന ഭാഗത്ത് നിന്റെ വുളു അങ്ങ് പോയാൽ നിന്റെ നിസ്കാരം മുഴുവൻ ബാത്തിലായി. ഇനി വീണ്ടും വുളു എടുത്തു വന്നിട്ട് ആ അവസാന റക്അത്ത് മാത്രം നിസ്കരിച്ചാൽ പോരല്ലോ. എല്ലാവർക്കും അറിയുന്ന ഒരു കർമ്മശാസ്ത്ര നിയമമല്ലേ അത്? അതുപോലെയാണ് സഹോദരങ്ങളെ, നിന്റെ ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു തആലക്കാക്കി. പക്ഷെ ഒരു ആരാധന, ഒരു പ്രാർത്ഥന, ഒരു ഇസ്തിഗാസ അത് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നീ നൽകി കഴിഞ്ഞാൽ നിന്റെ സകല ഇബാദത്തുകളും ആ ഒരൊറ്റ വിളി കൊണ്ട്, ആ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് അത് പൊളിഞ്ഞു പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള കാര്യമായി പഠിപ്പിക്കുന്നത് അൻതഅബുദൂഹു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, വലാ തുശ്രികൂ ബിഹി ഷൈഅ, അല്ലാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന കാര്യമാണ്. രണ്ടാമതായി അവിടുന്ന് പറയുന്നു വഅൻ തഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തെ വളരെയധികം ഗൗരവത്തോടുകൂടി അള്ളാഹുവിന് തൃപ്തിയുണ്ടാകുന്ന ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കൂട്ടായ്മയാണ്, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. മുസ്ലിമീങ്ങൾ ഒറ്റ ഗ്രൂപ്പായി നിൽക്കുക എന്നുള്ളതാണ്, അതിലാണ് എല്ലാ ഹൈറുകളും ഉള്ളത്. അവർ വ്യത്യസ്ത കക്ഷികളായി, ചേരികളായി ഭിന്നിച്ച് കഴിയുക എന്നുള്ളത് അതിനേക്കാൾ ഷർറായ ഒരു കാര്യവുമില്ല. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടാണ് പറയുന്നത് വഅതസിമൂ ബിഹബ്ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബ്ലിൽ, അവന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം. ജമീഅൻ, നിങ്ങൾ എല്ലാവരും ഒരൊറ്റ ഗ്രൂപ്പായിരിക്കണം, ഒരൊറ്റ കക്ഷിയായിരിക്കണം. വലാ തഫറഖൂ, ഇങ്ങനെ വ്യത്യസ്ത ചേരി ഗ്രൂപ്പുകളായി പരസ്പരം പോരടിക്കേണ്ട ആളുകളല്ല മുസ്ലിമീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅതിഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ ഇങ്ങനെ ഭിന്നിച്ചു പോകരുത്. ഫതഫ്ശലു, അത് നിങ്ങൾക്ക് ധൈര്യക്ഷയം അത് നേരിടുക തന്നെ ചെയ്യും. വതസ്ഹബ റീഹകും, നിങ്ങളുടെ വീര്യം നശിച്ചു പോകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചു പോകാൻ പാടില്ല. ഭിന്നിപ്പെന്ന് പറയുന്നതിൽ യാതൊരു നന്മയുമില്ല, മറിച്ച് എല്ലാ ഷർറുകളും, എല്ലാ ളുൽമുകളും, അക്രമങ്ങളും സഹോദരങ്ങളെ ആ ഭിന്നിക്കുന്നതിൽ മാത്രമാണുള്ളത്. പക്ഷെ എങ്ങനെയാണ് ഐക്യപ്പെടേണ്ടത്? ഒരുപാട് കക്ഷികളായി തീർന്നിരിക്കുന്നു ഇതിനകം. അങ്ങനെയുള്ള കാര്യം ഉണ്ടാകുക തന്നെ ചെയ്യുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചിക നിയമത്തിൽ പെട്ടതാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സഹോദരങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? എന്തായാലും റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള തൃപ്തി ഒരുമിക്കുക എന്നുള്ളതിലാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് അവന് വെറുപ്പുള്ള കാര്യവുമാണ്. അപ്പോൾ നമുക്കെങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? നമുക്കെങ്ങനെ ഐക്യത്തിന്റെ വഴി കണ്ടെത്താൻ സാധിക്കും? നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല കേവല ഐക്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല പറയുന്നു വഅതസിമൂ ബിഹബ്ലില്ലാഹ്, ഹബ്ലുല്ലാഹിലാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. മഹാന്മാരായ മുഫസ്സിറിങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. ഹബ്ലുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്, ദീനുല്ലാഹ് എന്നാണ്. വേറെ ചിലർ പറഞ്ഞു അത് അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്. വേറെ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഈ സുന്നത്താണ്.
ഖുർആനും സുന്നത്തുമാകുന്ന ഈ ദീനാണ് ഹബ്ലുല്ലാഹ് എന്നതിന്റെ താല്പര്യം എന്നുള്ളതിൽ മുഫസ്സിരീങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഓരോരുത്തരും ജീവിക്കുക എന്നുള്ളതാണ് അതിന് താല്പര്യം. ആരെങ്കിലും ഖുർആനിനോടും സുന്നത്തിനോടും എതിരായിക്കൊണ്ട് കക്ഷികളായി തീർന്നിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം. അങ്ങനെ കക്ഷിചേരികൾ ഉണ്ടാക്കുന്ന ആളുകൾ, ഖുർആനിനോട് എതിരാകുന്ന ആളുകൾ, ഹദീസുകളോട് എതിരാകുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പിൻപറ്റാൻ പറഞ്ഞിട്ടുള്ള സ്വഹാബികളുടെ മാർഗം അത് പാടെ ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ യുക്തിക്കും തന്റെ ബുദ്ധിക്കും മുൻഗണന നൽകിക്കൊണ്ട് തന്റെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളും കക്ഷികളും ഉണ്ടാക്കുന്ന ആളുകൾ തിരിച്ചറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിന്നിൽ വെറുക്കുന്നു. നിങ്ങൾ ഐക്യത്തോടുകൂടി എല്ലാവരും അവന്റെ ബുദ്ധിയും അവന്റെ ശക്തിയുമെല്ലാം അള്ളാഹുവിന്റെ പ്രമാണത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ഭിന്നിപ്പില്ലാത്ത രൂപത്തിൽ, അങ്ങനെ ധൈര്യക്ഷയം ഉണ്ടാകാത്ത രൂപത്തിൽ ഐക്യത്തോടുകൂടി വീര്യം കെടാതെ മുന്നിട്ട് പോകാനാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും താല്പര്യപ്പെടുന്നത്. അതല്ലാതെ വ്യത്യസ്ത കക്ഷികൾ ഉണ്ടാക്കി ഓരോ കക്ഷികളും അവരുണ്ടാക്കിയ കക്ഷികളെ തൊട്ട് താല്പര്യപ്പെടുകയും തൃപ്തിപ്പെടുകയും അവർക്ക് പുറത്തുള്ള കക്ഷികളെ എല്ലാം തന്നെ പിഴച്ചവരായി മുദ്രകുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ രീതിയല്ല. മറിച്ച് സഹോദരങ്ങളെ, നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തല്ലോ, അവസാന കാലഘട്ടമാകുമ്പോഴേക്കും മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്ത കക്ഷികളായി തീർന്നിട്ടുണ്ടാകും. 73ഓളം കക്ഷികൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അത് പ്രാപഞ്ചികമായി ഉണ്ടാകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശർഈയായി അത് നിയമമാക്കിയിട്ടില്ല, കക്ഷികളാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കക്ഷികൾ ഉണ്ടായി തീർന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ആരായിരിക്കും അവിടെയുള്ള വിജയിച്ച കക്ഷികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഒരു ഉത്തരമേ പറഞ്ഞിട്ടുള്ളൂ, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു ദീനിലാണോ ജീവിച്ചിട്ടുള്ളത് അതുപോലെ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ടാകും. അവരായിരിക്കും ആ ഗ്രൂപ്പുകളിൽ, ആ കക്ഷികളിൽ വിജയിച്ച ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വ്യത്യസ്ത കക്ഷികളിലും വ്യത്യസ്ത സംഘടനകളിലും വ്യത്യസ്ത രൂപത്തിലുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കണം, നിങ്ങൾ ഖുർആനിനും സുന്നത്തിനും എതിരായിക്കൊണ്ട്, സ്വഹാബികൾ മനസ്സിലാക്കിയതിനെതിരായിക്കൊണ്ട് അങ്ങനെയുള്ള വിശ്വാസമാണോ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങളുടെ കർമ്മങ്ങൾ ആ പറയുന്ന സഹാബികളുടെ ഇജ്മാഇനെതിരായിട്ടാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എങ്കിൽ നിങ്ങൾ കക്ഷി മത്സരത്തിൽ തന്നെയാണ്, നിങ്ങൾ ഗ്രൂപ്പുകളിൽ തന്നെയാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആ ഉണ്ടാക്കിയ ഗ്രൂപ്പിനെ, ആ ഉണ്ടാക്കിയ കക്ഷിയെ അല്ലാഹു തൃപ്തിപ്പെടുന്നില്ല. മറിച്ച് അവന് കോപമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒരുമിച്ച് സഹാബികളുടെ ജമാഅത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന കാര്യം വളരെ കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതാണ് എല്ലാ ഖൈറിന്റെയും എല്ലാ നന്മകളുടെയും മാർഗം, അതുമാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള കാര്യമായി പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞു വഅൻ തുനാസിഹു മൻ വല്ലാഹു അല്ലാഹു അംറക്കും, നിങ്ങളുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള ഈ ഭൂമിയിലെ ചില ഭരണാധികാരികളുണ്ട്. ആ ഭരണാധികാരികളുടെ വിഷയത്തിൽ സഹോദരങ്ങളെ നിങ്ങൾ നസീഹത്ത് കാണിക്കുക, അവരോട് ഗുണകാംക്ഷ കാണിക്കുക എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അദ്ദീനു അൻ-നസീഹ, ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ്. 3 തവണ ആവർത്തിച്ചു. സഹാബത്ത് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആരോടൊക്കെ ഗുണകാംക്ഷ കാണിക്കണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വ ആമ്മത്തിഹിം, നിങ്ങൾ അല്ലാഹുവിനോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. അല്ലാഹുവിന്റെ കിതാബിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും നിങ്ങൾ ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളോടും അതുപോലെ തന്നെ പണ്ഡിതന്മാരോടും നിങ്ങൾക്ക് ഗുണകാംക്ഷ വേണം. വ ആമ്മത്തിഹിം, മുസ്ലിം ഉമ്മത്തിലെ പൊതുജനങ്ങളോടും നിങ്ങൾക്ക് ഗുണകാംക്ഷ വേണമെന്നുള്ളത് സഹോദരങ്ങൾ അറിയിക്കുകയാണ്. ഭരണാധികാരികളോട്, നമ്മുടെ മുകളിലുള്ള ഇസ്ലാമിക ഭരണാധികാരികളോട് മുസ്ലിമീങ്ങൾക്കുണ്ടാകേണ്ട ഗുണകാംക്ഷ സഹോദരങ്ങളെ, ഒന്നാമത് അവരുടെ ഹൃദയം കൊണ്ടാണ്. ആ മുസ്ലിം ഭരണാധികാരികളെ സ്നേഹിക്കുക എന്നുള്ളത് അത് ദീനിന്റെ ഭാഗമാണ്. മുസ്ലിം ഭരണാധികാരികളെ സ്നേഹിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ അവന്റെ നാവ് കൊണ്ട് മുസ്ലിം ഭരണാധികാരികൾക്ക് വേണ്ടി, അവർക്ക് ഖൈറിന് വേണ്ടി, അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് അവർ ഭൂമിയിൽ ഭരണം നടത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളോട് ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അള്ളാഹുവിനെ ധിക്കരിക്കാത്തിടത്തോളം കാലം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അവരെ അനുസരിക്കേണ്ടതില്ല എന്ന കാര്യം നമ്മൾ നാവ് കൊണ്ട് പറയുക എന്നുള്ളത് അത് ഭരണാധികാരിയോടുള്ള നസീഹത്തായി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇനി ഭരണാധികാരിക്ക് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ തെറ്റുപറ്റിയാൽ അവർ മലക്കുകളല്ല, അല്ലെങ്കിൽ
ഇവരെല്ലാം തികഞ്ഞ ആളുകളല്ല, അല്ലെങ്കിൽ സ്വഹാബികളെ പോലെ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളുമല്ല. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ഭരണാധികാരികൾക്ക് സ്വാഭാവികമായും ആ കാലഘട്ടത്തിലുള്ള തിന്മകൾ സംഭവിക്കുക എന്നുള്ളത് മറ്റു മനുഷ്യരെ പോലെയും അവർക്കും സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരം ഭരണാധികാരികളുടെ തീരുമാനങ്ങളിൽ, അവരുടെ അഭിപ്രായങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഭരണാധികാരിയോട് അപ്പോഴും നസീഹത്തുണ്ട്. ആ ഭരണാധികാരിയുടെ ശരീഅത്തിന്റെ മാർഗം അനുസരിച്ചുകൊണ്ട് ആ ഭരണാധികാരിക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്താണ് ശരീഅത്തിൽ ദീനുൽ ഇസ്ലാം ഭരണാധികാരിക്ക് ഉപദേശം നൽകാനുള്ള മാർഗമായി പറഞ്ഞു വന്നിട്ടുള്ളത്? ഇങ്ങനെ മിമ്പറിൽ വെച്ച് ഏതെങ്കിലുമൊക്കെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ ചീത്ത പറയുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിൽ കോളങ്ങളിൽ നമ്മൾ അവരെ കുറിച്ച് എഴുതുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ മാസികകളിൽ ഭരണാധികാരികളെ വിമർശിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അറാദ അൻ യൻസഹ ലദി സുൽത്താനിൻ, ആർക്കെങ്കിലും ഒരു സുൽത്താനിനെ ഭരണാധികാരിക്ക് നസീഹത്ത് കൊടുക്കാൻ, ഉപദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫലാ യുബ്ദിഹി അലാനിയ, അവനൊരിക്കലും പരസ്യമായി അയാൾ ഉപദേശിക്കാൻ പാടില്ല. പരസ്യമായി പബ്ലിക്കായി ഭരണാധികാരി ഉപദേശിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്, സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരുടെ വാക്കുകളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. ഫലാ യുബ്ദിഹി അലാനിയ, പരസ്യമായി ഭരണാധികാരിയെ ഉപദേശിക്കാൻ പാടില്ല. വലാകിൻ യഖുദു ബിയദിഹി ഫയഖ്ലു ബിഹി, മറിച്ച് നിങ്ങൾ ആ ഭരണാധികാരിയെ കൈപിടിച്ചുകൊണ്ട് രഹസ്യമാക്കണം, ആരുമില്ലാത്ത അവസ്ഥയിലായിരിക്കണം. ഫഇൻ ഖബില മിൻഹു ഫദാക്, ആ ഭരണാധികാരി നീ പറയുന്നത് കേട്ടനുസരിച്ചാൽ അത് നിനക്കുണ്ട്. വഇല്ലാ കാന ഖദ് അദ്ദല്ലദി അലൈഹി, ഭരണാധികാരി ഇത് കേൾക്കാൻ കൂട്ടാക്കാൻ തയ്യാറല്ല, നിന്റെ ഉപദേശത്തെ തട്ടിക്കളയുകയാണ്, എങ്കിൽ നീ നിന്റെ കാര്യം നിർവഹിച്ചു. അതിനപ്പുറത്തൊരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങൾ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഭരണാധികാരികൾക്കെതിരെ പരസ്യമായി വിമർശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ, ഈ ഒരു ആദർശം ഒരുപാട് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ വലിയ വലിയ പ്രസാധകരായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സഹോദരങ്ങളെ തീവ്ര ചിന്തകരായ ഖവാരിജുകളുടെ സ്വാധീനം പേർന്ന പല മാധ്യമങ്ങളാണ്, പല പ്രബോധനങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പല മുസ്ലിമീങ്ങളും അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് മുസ്ലിം ഭരണാധികാരിയെ നമുക്ക് വേണ്ടതുപോലെയൊക്കെ ചീത്ത പറയാമെന്നാണ്. സൗദി അറേബ്യയിൽ അവിടെ ഒരു തിന്മ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങളിൽ ഒരു തിന്മ കാണുമ്പോൾ ആ ഭരണാധികാരിയെ പരസ്യമായി ചീത്ത പറയുക, ആ ഭരണാധികാരിയെ പരസ്യമായി വിമർശിക്കുക, അത് ശരിയുടെ മാർഗമാണെന്ന് ധരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മിമ്പറുകളിൽ ഭരണാധികാരിയെ ചീത്ത പറയുന്ന ഖത്തീബുമാർ അത് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് തിരിയുന്നില്ല, ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അവർ പറയുകയാണ്, ഇവർ ഈ ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ അവരെ അന്ധമായി പിൻപറ്റുന്നവരാണ്, അതല്ലെങ്കിൽ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പറയുന്നവരാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത്? ഭരണാധികാരിയുടെ കൈപിടിച്ച് രഹസ്യമായിട്ട് നിങ്ങൾ പറയാവൂ. കാരണം സഹോദരങ്ങളെ, അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമേ നന്മയുണ്ടാകൂ എന്നുള്ളത് ഏതൊരു ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ ചിലർ പറയും, എങ്കിൽ നിങ്ങളുടെ ഭരണാധികാരികൾ ആരും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരോട് പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് സൗദി അറേബ്യയിലൊക്കെ വലിയ വലിയ സലഫി ഉലമാക്കളുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, ഇവരാരും ഭരണാധികാരികളോട് നേരിട്ട് പോയി പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ലല്ലോ എന്നാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? രഹസ്യമായി പറയാനാണ്. അതല്ലെങ്കിൽ ഞാൻ ഭരണാധികാരിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനല്ല, അതല്ലെങ്കിൽ ഞാൻ ഭരണാധികാരിയോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് എഴുതി പ്രചരിപ്പിക്കാനല്ല. നോക്കൂ, സമാനമായ സംഭവം മഹാനായ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ചില ആളുകൾ വരികയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആ ഭരണത്തിൽ ചില പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലർ വന്ന് ചോദിച്ചു, അലാ തുകല്ലിമു ഉസ്മാൻ, താങ്കൾക്ക് ഉസ്മാനിനോട് സംസാരിച്ചൂടെ? എന്താ താങ്കൾ ഇങ്ങനെ ഭരണാധികാരിയോട് സംസാരിക്കാത്തത്? ആ അഭിപ്രായം തിരുത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നകും തറൗന അന്നി ലാ ഉകല്ലിമുഹു ഇല്ലാ ഉസ്മിഉകും, നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അത് നിങ്ങളൊക്കെ കേൾപ്പിക്കണമെന്നുണ്ടോ എന്ന് മഹാനായ ഉസാമ ബിൻ സെയ്ദ് തിരിച്ചു
ചോദിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭരണാധികാരിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കേൾപ്പിച്ച് തന്നെ വേണമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇന്നി ഉകല്ലിമു ഫീമാ ബൈനി വബൈനഹു മാ ദൂന അൻ അഫ്തതിഹ അംറൻ ലാ ഉഹിബ്ബു അൻ അകൂന അവ്വല മൻ ഇഫ്തതഹു. തീർച്ചയായും ഞാൻ ചില കാര്യങ്ങൾ ഞാനും അദ്ദേഹത്തിന്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊരിക്കലും തന്നെ ഇങ്ങനെ പരസ്യമാക്കി ആദ്യമായി ഫിത്ന കൊണ്ടുവരുന്ന ഒരുവനാകാൻ, ഫിത്നയുടെ വാതിൽ തുറക്കുന്ന ഒരുവനാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി എങ്ങനെ ഭരണാധികാരിയോട് ഉപദേശം നൽകണമെന്നുള്ളത് മഹാന്മാരായ സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, സ്വഹാബികൾ ജീവിക്കുന്ന കാലത്തും പിൽക്കാലത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പോലെയുള്ള വലിയ വലിയ ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അവരാരും ഭരണാധികാരികൾക്കെതിരെ പുറപ്പെട്ടത്, വിപ്ലവങ്ങൾ നടത്തിയത്, അറബ് വസന്തങ്ങൾ നടത്തിയത്, മുല്ലപ്പൂ വസന്തങ്ങൾ നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള ഖവാരിജിയൻ ചിന്താഗതികൾ പേറുന്ന ചില ആളുകൾ മാത്രം കൊണ്ടുവന്നിട്ടുള്ള പിൽക്കാലത്തെ ബിദ്അത്തുകളാണ് എന്ന് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലാഹുവിന്റെ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് തൃപ്തിയുള്ള 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞത് അല്ലാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, വയക്റഹു ലക്കും ഖീല വഖാൽ. നിങ്ങൾ കാലഖീലകൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് കാലഖീലകൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ പലപ്പോഴും മലയാളത്തിലും ആ വാക്കുകൾ കേൾക്കാറുണ്ട്. കാല എന്ന് പറഞ്ഞ ആളുകൾ പറയുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഉറപ്പുവരുത്താതെ ഇന്നയാൾ പറഞ്ഞു എന്ന് പറയുന്നതിനാണ് കാല എന്ന് പറഞ്ഞ ആളുകൾ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖീല എന്ന് പറഞ്ഞാൽ ഒരാളിലേക്കും ചേർക്കാതെയാണ് പറയുന്നത്, ആരാണ് പറഞ്ഞത് എന്നുള്ളൊരു അഡ്രസ്സ് പോലും ഇല്ല. എന്നാൽ കാല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇന്നയാൾ പറഞ്ഞതാണെന്ന് പറയും, പക്ഷെ ഒരു ഉറപ്പുമില്ല. അയാൾ പറഞ്ഞിട്ടുണ്ടോ ഇയാൾക്ക് ഉറപ്പില്ല. അങ്ങനെ പറഞ്ഞതായി, ഇന്നയാൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില സംസാരങ്ങൾ ചില ആളുകൾ നടത്തും. അതല്ലെങ്കിൽ ഇന്നാൽ ഇന്ന വ്യക്തികൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞ് ഉറപ്പുവരുത്താത്ത രീതിയിൽ സഹോദരങ്ങളെ ഒരാളുടെ വാക്കിനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രചരിപ്പിക്കുക, അത് പറയുക എന്ന് പറയുന്നത് അല്ലാഹു തആലക്ക് വെറുപ്പുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ ഇൻ ജാഅകും ഫാസിഖുൻ. ഒരു തെമ്മാടിയായിട്ടുള്ള ഒരാൾ നിങ്ങളുടെ അടുക്കൽ വന്നു, ബിനബഇൻ, ഒരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ, ആൾ വലിയ നല്ല മനുഷ്യനൊന്നും അല്ല, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ട വലിയ പരിചയമില്ലാത്ത അങ്ങനെ ഒരു സാലിഹായ ഒരു മനുഷ്യനൊന്നുമല്ല, ഒരു തെമ്മാടിയായ അധർമ്മകാരിയായ ഒരു വ്യക്തി വന്ന് നിങ്ങളുടെ അടുക്കൽ ഒരു വാർത്ത നൽകിയാൽ ഫതബയ്യനു, നിങ്ങളത് ശരിക്ക് കേട്ട് മനസ്സിലാക്കണം, ശരിക്ക് കൃത്യമായി അന്വേഷിച്ചറിയണം. കാരണം എന്താണ്? അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങളുടെ അറിവില്ലായ്മ കാരണത്താൽ ഒരു ജനവിഭാഗത്തിന് വലിയ ഫിത്നയാണ്, വലിയ അപകടമാണ് നിങ്ങൾ ഈ വർത്താനം കൊണ്ട് ഉണ്ടാകുന്നത്. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, ആ പറഞ്ഞത് കാരണത്താൽ നിങ്ങൾക്ക് പിന്നീട് വലിയ ഖേദമുണ്ടാക്കുന്ന കാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേട്ട കാര്യങ്ങളെല്ലാം പറയുക എന്നുള്ളത് തന്നെ അവനൊരു കളവ് പറഞ്ഞവനായി മതിയായതാണ്. കാരണം കേട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്താതെ നമ്മൾ പറഞ്ഞാൽ അതിൽ കളവും ഉണ്ടാകും, അത് സത്യവും ഉണ്ടാകും. അങ്ങനെ നമ്മൾ കേട്ട എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്താതെ ആളുകളിലേക്ക് പറയുന്നതായാലും ശരി, സഹോദരങ്ങളെ, ഇന്ന് പറയലിന്റെ മറ്റൊരു രീതിയാണ് നമ്മൾ കൈകൾ കൊണ്ട് മൊബൈലിലൂടെ മെസ്സേജ് ആയിട്ടും പോസ്റ്റുകളായിട്ടും അങ്ങനെയൊക്കെ അയക്കുക എന്ന് പറയുന്നതും ഈ പറയുക എന്നുള്ളതിന്റെ അതേ കാര്യം കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, നിങ്ങൾ കേട്ട വാർത്തകൾ ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നയാൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്താതെ ഏതെങ്കിലുമൊക്കെ മഞ്ഞപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ കവലയിൽ വെച്ച് പറയുമ്പോഴേക്കും ഉറപ്പുവരുത്താതെ നിങ്ങൾ ഒരാളെക്കുറിച്ചും ഒരു നാടിനെക്കുറിച്ചും ഒരു വ്യക്തിയെക്കുറിച്ചും സഹോദരങ്ങളെ ഒരിക്കലും പറയാൻ പാടില്ല. മറിച്ചത് കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടല്ലാതെ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അവൻ ഫല്യഖുൽ ഖൈറൻ,
അവൻ ഖൈർ പറയട്ടെ, നന്മ പറയട്ടെ, ഔ ലിയസ്മുത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നന്മയാണെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യവും സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പാണത്. വയക്റഹു ലക്കും ഖീല വഖാൽ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം കസ്റത്തു സുആലാണ്, അധികരിച്ച ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ അല്ലാഹുവിന് വെറുപ്പാണ്. എന്തൊക്കെയാണ് അധികരിച്ച ചോദ്യങ്ങൾ? പണ്ഡിതന്മാർ പറയുന്നു 3 കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, അതുപോലെ യാതൊരു ആവശ്യവും ഇല്ലാത്തതായ ചോദ്യങ്ങൾ സഹോദരങ്ങൾ അത് ചോദിക്കാൻ പാടില്ല. സാങ്കല്പികമായി അങ്ങനെയായാൽ ഇങ്ങനെയായാൽ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മസ്അലകൾ ചോദിക്കുക എന്നുള്ളത് അത് കസ്റത്തു സുആലിൽ പെടുന്നതാണ്. ചില ഹദീസുകളിൽ കഴിഞ്ഞുപോയ ഉമ്മത്ത് സമുദായം നശിച്ചു പോകാനുള്ള കാരണങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള അധികരിച്ച ചോദ്യങ്ങളാണ് എന്നുണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അന്യായമായിക്കൊണ്ട് ജനങ്ങളിലേക്ക് കൈകൾ നീട്ടുക, സമ്പത്തിന് വേണ്ടി, അവരുടെ കയ്യിലുള്ള മറ്റു ഉപജീവനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് കൈ നീട്ടുക എന്നുള്ളതും കസ്റത്തു സുആലിൽ അധികരിച്ച ചോദ്യത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. മൂന്നാമതായി സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ കുറിച്ച് അമിതമായിക്കൊണ്ട് ചുയിന്നന്വേഷിക്കുന്ന രൂപത്തിൽ അയാളുടെ അടുക്കലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നെയും ചോദിക്കുക എന്നുള്ളതും അത് കസ്റത്തു സുആലിലാണ് ഉൾപ്പെടുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഇടപെടുക എന്നുള്ള കാര്യം സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യമായി പഠിപ്പിച്ചത് ഇളാഅത്തുൽ മാലാണ്, സമ്പത്തിനെ നമ്മൾ പാഴാക്കി കളയുക എന്നുള്ളത് സഹോദരങ്ങളെ അതും 3 കാര്യങ്ങളാണ്. സമ്പത്തിനെ പാഴാക്കി കളയുന്നതിന്റെ ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ഹറാമായ സമ്പാദ്യം നീ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നീ സമ്പത്തിനെ പാഴാക്കുന്നതിന് തുല്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അതിനുവേണ്ടി നീ ചെലവഴിക്കുക എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമായ രീതിയിലൂടെ കാര്യങ്ങൾ നീ പണമുണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഹറാമായ കാര്യമാണ്. നീ പലിശക്ക് കൊടുത്തുകൊണ്ട് സമ്പാദ്യമുണ്ടാക്കിയാൽ അത് ഹറാമായ കാര്യമാണ്. സഹോദരങ്ങളെ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ വിറ്റുകൊണ്ട് നീ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പണത്തെ പാഴാക്കുന്നതിന് തുല്യമാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. രണ്ടാമത് സഹോദരങ്ങളെ, ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിക്കുക എന്നുള്ളതാണ്. ഹറാമായ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി നീ പണം ചെലവഴിച്ചാൽ അത് ഇളാഅത്തുൽ മാലിനാണ്, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യത്തിൽ പെടുന്നതാണ്. നീ സിഗരറ്റ് വാങ്ങാൻ വേണ്ടി നീ പണം ചെലവഴിക്കുമ്പോൾ അത് ഇളാഅത്തുൽ മാലാണ്. നീ മദ്യം വാങ്ങാൻ വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ അത് ഇളാഅത്തുൽ മാലാണ്. ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി, സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ ആ രൂപത്തിലുള്ള വസ്ത്രം സ്വീകരിക്കുകയാണെങ്കിൽ, വാങ്ങുകയാണെങ്കിൽ അത് ഇളാഅത്തുൽ മാലാണ്. താടി വളിച്ചു കളയുന്നതിന് വേണ്ടി പുരുഷന്മാർ ആ രൂപത്തിലുള്ള വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് അത് പണം ഒഴിവാക്കുകയാണെങ്കിൽ അത് ഇളാഅത്തുൽ മാലാണ്. കാരണം ഇതെല്ലാം നിഷിദ്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളെ പണം നമ്മൾ ചെലവാക്കിയാൽ അള്ളാഹുവിന് വെറുപ്പുള്ള ഈ പണം അതിനെ പാഴാക്കി കളഞ്ഞു എന്നതിൽ നമ്മൾ ഉൾപ്പെടുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇളാഅത്തുൽ മാലിൽപ്പെടുന്ന പണത്തെ അത് ഇളാഅത്തുൽ മാലിൽപ്പെടുന്നത് ഇസ്രാഫാണ്, അമിതവ്യയം നടത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത്, പക്ഷേ അതിൽ ദൂർത്തുണ്ടാകുകയാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഖുലു വഷ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യൂ, വലാ തുസ്രിഫു, എന്നാൽ നിങ്ങൾ അമിതവ്യയം നടത്താൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അത്തരം ദൂർത്തുണ്ടാക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല ഇബാദുർ റഹ്മാനിനെ കുറിച്ച്, അല്ലാഹുവിന്റെ അടിമകളായ ആളുകളെ കുറിച്ച് പറയുകയാണ്, വല്ലദീന ഇദാ അൻഫഖു, അവർ ചെലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫു, അവർ ദൂർത്ത് കാണിക്കുകയില്ല, വലം യഖ്തുറു, പിശുക്കി പിടിക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിലുള്ള ഒരു മാർഗമായിരിക്കും അവർ സ്വീകരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു താക്കീത് ചെയ്തു, ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ദുർവ്യയം നടത്തുന്ന ആളുകൾ, ദൂർത്ത് നടത്തുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്വാനു റബ്ബിഹി കഫൂറ, പിശാച് അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്നവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് സഹോദരങ്ങളെ അത് അനുവദനീയമായ ഭക്ഷണമാകട്ടെ, പാനീയമാകട്ടെ, വസ്ത്രമാകട്ടെ, അത് ദൂർത്തിന്റെ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അതെല്ലാം സമ്പത്ത് പാഴാക്കുന്നതിലാണ് പെടുക എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിക്ക് പാത്രമാകുന്ന, അവന്റെ കോപങ്ങൾക്ക് പാത്രമാകാത്ത ആ അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മഹാഭാഗ്യവാന്മാരിൽ നമ്മൾ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി മുൻധാരണയൊക്കെ മാറ്റിവെച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കാനും അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അസാബൻ നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി.